മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് ടോട്ട്നാമിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മാത്യൂസ് ടെല്ലിനെ ഒഫീഷ്യൽ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 6 മാസത്തെ ഒരു ലോൺ ഡീലൂടെയാണ് പുള്ളി സ്പേഴ്സിൽ എത്തിയിട്ടുള്ളത്. ആ സമയത്തെ ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഭയങ്കര ഇമ്പാക്ട് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ 24 വയസ്സേ ഉള്ളൂ, പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ. ഇപ്പൊ ടെല്ലിനെ പോലുള്ള ഒരു പ്ലെയറിന് കുറച്ചുകൂടി സമയം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ തോമസ് ഫ്രാങ്ക് വന്നിട്ടുണ്ട്. പുള്ളിയുടെ കീഴിൽ നല്ലൊരു പെർഫോമൻസ് ഈ സീസണിൽ ടെല്ലിന് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. 29.8 മില്യന്റെ ഒരു ഡീലാണ് ബയണുമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 6 വർഷത്തെ കോൺട്രാക്ട് പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫ്യൂച്ചറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മറ്റൊരു ന്യൂസ് വരുന്നത് ബോൺമൂത്തിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ മിലോസ് കെർക്കസ് എന്തായാലും ബോൺമൂത്ത് വിടുന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം അവരൊരു പുതിയ ലെഫ്റ്റ് ബാക്കിനെ റെനീസിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. അഡ്രിയൻ ടെഫേർട്ടിനെയാണ് ഈ ഒരു ഡീലിലൂടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് എത്തിച്ചിട്ടുള്ളത്. 13 മില്യൺ പ്ലസ് ആഡ് ഓണിന്റെ ഒരു ഡീല് ബോൺമൂത്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അഡ്രിയൻ ടെഫേർട്ടിന്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ, നല്ല രീതിയിൽ ക്രോസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്ലെയർ ആണ്. ഇപ്പൊ ബോർമൗത്ത് പോലുള്ള ഒരു ടീമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ പുള്ളിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ഗർനാച്ചോ ഈ ഒരു സീസണിൽ തന്നെ യുണൈറ്റഡ് വിടുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് കോൺഫർമേഷൻ വന്നു കഴിഞ്ഞു. പഴയ കോച്ചായിട്ടുള്ള ടെന്നാഗ് പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് ബയർ ലെവർകൂസൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഗർനാച്ചോയെ സംബന്ധിച്ചിടത്തോളം ടെനാഗുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബയർ ലെവർകൂസൻ എനിക്ക് തോന്നുന്നു സോളിഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. പക്ഷേ ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ പറയുന്നത് ഗർനാച്ചോയ്ക്ക് പ്രീമിയർ ലീഗിൽ തന്നെ നിൽക്കാനാണ് പ്രൈമറി പ്രയോറിറ്റി. പുള്ളി മറ്റേതെങ്കിലും ടീമിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിനിടെ സ്പേഴ്സുമായിട്ട് ഒരു റൂമറൊക്കെ കണ്ടിരുന്നു. പക്ഷേ അത് സോളിഡ് ആയിട്ടുള്ള യാതൊരു ലിങ്കും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ഗർനാച്ചോ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. അപ്പോ നിക്കോ വില്യംസിന്റെ ഒരു ഫോളോ അപ്പ് അപ്ഡേറ്റ് ആണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ബാഴ്സലോണ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ റിലീസ് ക്ലോസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ട്രിഗർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. 58 മില്യന്റെ ഒരു റിലീസ് ക്ലോസ് ആണ് പുള്ളിയുടെ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ FFP പ്രശ്നമാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇതുപോലെ പല പ്ലേയേഴ്സിനെയും ബാഴ്സ മുമ്പ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോളിഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഡിസ്കഷൻ ഒരു കോൺടാക്ട് നടന്നു എന്ന് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അത് മാത്രമല്ല, പുള്ളി എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ കേൾക്കുന്നത് വിക്ടർ ഓഷിമാന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഗലാട്ടസറായിൽ ഒരു കിഡിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഓഷിമാൻ പോകരുത് എന്നുള്ളൊരു ക്യാമ്പയിനൊക്കെ ഗലാട്ടസറായി ഫാൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അടുത്ത കോൺട്രാക്ട് പ്രപ്പോസൽ റിജക്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ്. ഒരുപാട് ടീമുകൾ പുള്ളിയുടെ സിഗ്നേച്ചറിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി ലീഗിൽ നിന്നും ഒരു ടീം പുള്ളി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡീല് ആഹിൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഓഷിമാന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ഇത് മാത്രമല്ല, യുവന്റസ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ 2-3 ടീമിന് സ്ട്രൈക്കർ ആവശ്യമുണ്ട്. ഓഷിമാനെ ഇവരൊക്കെ നോട്ടമിട്ടിട്ടുണ്ട്. പുള്ളിയുടെ പ്രൈസ് ടാഗ് ആണ് പല ടീമിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പ്രീമിയർ ലീഗ് പ്രയോറിറ്റൈസ് ചെയ്യുമോ അല്ലെങ്കിൽ സിരിയെ തന്നെ നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ ബാക്കി നിൽക്കുന്നത്. ഇപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അടുത്ത മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് റൂമേഴ്സ് ഇനി കേൾക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.